നമസ്കാരം. കാഞ്ഞിരപ്പള്ളി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഇന്നലെ രാത്രി ശക്തമായിട്ടുള്ളൊരു വേട്ടയാണ് നടന്നിരിക്കുന്നത്. 2 മേജർ NDPS കേസുകളാണ് ഇന്നലെ ഞങ്ങളുടെ റേഞ്ചിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഒന്ന്, ഒരു 1 കിലോ 100 ഗ്രാം കഞ്ചാവുമായി 2 പേര് പിടികൂടി. ഒന്ന് സനോജ് 42 വയസ്സ് കട്ടിമറ്റം സ്വദേശിയാണ്. 2 ശ്രീജിത്ത് മോൻ പൂപ്പള്ളിക്കാരനാണ് 40 വയസ്സാണ്. ഇവർ രണ്ടുപേരും നിരന്തരമായിട്ട് ഞങ്ങൾ ലിസ്റ്റിൽപ്പെട്ട ആളുകളാണ്. ഞങ്ങൾ ഏറെ നാളുകളായിട്ട് ഇവരുടെ പുറകെ ഉണ്ട്. അതേ സമയത്തും ഒരാൾക്ക് ഇറച്ചിക്കടയുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന എന്നുള്ളൊരു പരാതി ഞങ്ങൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മറ്റേ ആൾക്ക് കാളക്കച്ചവടമാണ്. കാളക്കച്ചവടത്തിന്റെ മറവിലാണ് ഇയാൾ ലഹരി കടത്ത്. പക്ഷെ ആർക്കും ഇതൊരു പിടികൂടാൻ സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ നിരന്തരമായിട്ട് ഉള്ള അന്വേഷണത്തിലൂടെ ഞങ്ങൾ 1 മാസമായിട്ട് ഇവരുടെ പുറകെയായിരുന്നു. ഇവരുടെ ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്യുന്നു, ഇവരാരൊക്കെയായിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കുറച്ച് റിസ്ക് ചെയ്തിട്ട് സാഹസികമായിട്ടുള്ള രീതിയിലായിരുന്നു ഇവിടെ ഇവർ പിടികൂടിയത്. കുറച്ച് വയലന്റ് ആയിരുന്നു ഇവർ. ഒരാൾക്ക് ഈ പറഞ്ഞ സനോജിനൊരു പോലീസ് കേസൊക്കെ ഉള്ളതാണ്, ഹേർട്ട് കേസൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പാർട്ടിയിൽ അധികം റിസ്ക് ആയിട്ടുള്ള രീതിയിലാണ് അവർ പിടികൂടിയത്. ഈ സമയത്ത് ഇവർ കുറച്ച് വയലന്റ് ആയിരുന്നു, അഗ്രസീവ് ആയിരുന്നു. കുറച്ച് നമ്മൾ ബലം പ്രയോഗിക്കേണ്ടി വന്നു. ഇതിൽ നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടിയിരുന്നു. ഇതിന്റെ സോഴ്സ് നിലവിൽ എവിടെയൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അത് കണ്ടെത്തുന്നതായിരിക്കും. പെട്രോളിങ്ങിന്റെ ഇടയ്ക്ക് നമുക്ക് ലഭിച്ച കേസാണ്. രാത്രി 10 ലഭിച്ച കേസാണ് പെട്രോളിങ്ങിന്റെ ഇടയിൽ. അപ്പോൾ ഇയാള് ഞങ്ങളുടെ വാഹനം കാണുമ്പോൾ ഓടുകയും നമ്മൾ അയാളെ ബോഡി സെർച്ച് ചെയ്തപ്പോഴാണ് ഈ MDMA കിട്ടിയത്. അതും ഇതും സോഴ്സിനെ പറ്റി നമുക്ക് വ്യക്തമായിട്ടില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇയാളൊരു ബ്രദർ ഒരു ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആണ്. ചേട്ടന് വേറെ കേസൊക്കെ ഉള്ളതാണ്. അപ്പം ഫാമിലി അങ്ങനെ ഒരു ടൈപ്പാണ്. അപ്പോൾ അതിന്റെ സോഴ്സ് എവിടെ നിന്നാണെന്നോ ഒക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ട് വരുന്നു. കൂടുതൽ മേജർ കേസിലേക്കുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ റിസൾട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു.